ഹലോ, അപ്പോൾ ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കണേ. നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ഹെയർ കെരാട്ടിൻ എങ്ങനെ ചെയ്യാം. ഇപ്പോൾ തലേദിവസമൊക്കെ ഒരു ഫംഗ്ഷൻ, പിറ്റേ ദിവസമൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തലേദിവസം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു കെരാട്ടിൻ ഹെയർ സ്പാ ട്രീറ്റ്മെൻറ്റ് ആണ് കേട്ടോ. നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇനി എൻ്റെ ഈ ചാനലിനെയും കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഈ പാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നാളെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ മുന്നെങ്കിലും നിങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ നമ്മളൊരു 4 ടീസ്പൂൺ പച്ചരി, അതിലോട്ട് ഒരു 2 ടീസ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ, ഇങ്ങനെയാണ് കേട്ടോ കുതിർത്ത് വെക്കേണ്ടത്. അതിലോട്ട് ഒരു പിടി നമ്മൾ നാളികേരം ചണ്ടിയതും കൂടി ഇട്ട് അരച്ചിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഒരു കോട്ടൺ തുണിയിൽ നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. കാരണം അതിൻ്റെ ജ്യൂസ് മാത്രം നമുക്ക് മതി. അതിലെങ്ങാന്നുണ്ടെങ്കിൽ ഈ അരിപ്പൊടിയുടെ നാളികേരത്തിൻ്റെ ഒക്കെ ഇങ്ങനെ കൊറ്റൻ മുടിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് വാഷ് ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ്. നാളികേരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടി കുറയ്ക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കാരണം ഹെയർ ഇത്തിരി ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളികേരത്തിൻ്റെ അളവ് കൂട്ടാം. ഇനിയിപ്പോൾ നന്നായിട്ട് ഓയിലി ആയിട്ടാണ് നിങ്ങളുടെ സ്കാൽപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാളികേരത്തിൻ്റെ അളവ് കുറയ്ക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഹെയറിൻ്റെ ടെക്സ്ചറും പ്രിഫറൻസൊക്കെ അനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. എന്തായാലും ഒരു മിനിമം ഒരു അളവ് പറയുകയാണെങ്കിൽ ഒരു പിടി എടുക്കാം കേട്ടോ. വല്ലാണ്ട് ഓയിലി ആണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം നിങ്ങൾക്ക് നാളികേരം എന്തായാലും വേണം, ഒരു ടീസ്പൂണെങ്കിലും നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതിലോട്ട് നമ്മൾ ഒരു മുട്ടയുടെ വൈറ്റ് പോർഷൻ ആട്ടോ എടുക്കുന്നത്. കെരാട്ടിൻ പാക്ക് ആയ കാരണം നമുക്ക് എഗ്ഗ് ഇല്ലാണ്ട് പറ്റില്ല. ഇനിയിപ്പോൾ എഗ്ഗ് നിങ്ങൾക്ക് ആ സ്മെല്ല് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ നമുക്കൊരു ബ്ലെൻഡറിൻ്റെയോ അതുപോലെ തന്നെ ഒരു മിക്സിയുടെ ആവശ്യമൊന്നുമില്ല, കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. കാരണം നമ്മൾ മുട്ടയുടെ വൈറ്റ് പോർഷൻ മാത്രമായാണ് പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ ഏതൊരു ഹെയർ പാക്ക് ഇടുമ്പോഴായാലും ഹെയർ നമ്മൾ ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യാം, വളരെ കുറച്ച് മാത്രം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ ഹെയറിൽ ഇപ്പോൾ ചിലർ ഹെയർ 2 ദിവസം കൂടുമ്പോഴൊക്കെ വാഷ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലൊക്കെ ചിലർക്ക് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്കാൽപ്പിൽ ഓയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. ഡ്രൈ ആയിട്ടിരിക്കുന്നവർ മാത്രം ഓയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾ ഏത് ഓയിലാണോ റെഗുലറായിട്ട് യൂസ് ചെയ്യണേ ആ ഓയിൽ തന്നെ എടുക്കുക. അതിപ്പോൾ ഞാനിപ്പോൾ ഈ ഓയിൽ എടുക്കണമെന്ന് വെച്ചിട്ട് നിങ്ങളങ്ങനെ ഓയിൽ മാറ്റാനൊന്നും പാടില്ല കേട്ടോ. ഏതൊരു ഹെയർ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണോ അത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. പുതിയൊരു ഓയിൽ നമ്മൾ മാറ്റുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവും. ഏതൊരു ഹെയർ ഓയിൽ നമ്മൾ പുതിയത് എടുക്കുകയാണെങ്കിൽ അതൊന്ന് പിടിച്ച് കിട്ടി നമ്മുടെ ഹെയറിനോടൊന്ന് ചേർന്ന് വരണം എന്നുണ്ടെങ്കിൽ ഒരു 3 മാസം തീർച്ചയായിട്ടും എടുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഹെയർ ഓയിൽ ഇങ്ങനെ മാറ്റി മാറ്റി യൂസ് ചെയ്യാണ്ടിരിക്കുക. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം എടുത്തിട്ട് സ്കാൽപ്പിലും ഹെയറിൻ്റെ അറ്റം തുമ്പത്തും ഞാൻ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ആ സമയത്ത് നിങ്ങൾക്ക് മസാജ് ചെയ്യാൻ ടൈം കിട്ടുകയാണെങ്കിൽ മസാജ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ടൈം ഉണ്ടായ കാരണം ഇച്ചിരി നേരം മസാജ് ചെയ്യുന്നുണ്ട്. മസാജിങ് പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ്. നമ്മുടെ ഹെയറിനായാലും സ്കാൽപ്പിനായാലും ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുവഴി ഹെയർ ഗ്രോത്ത് കൂടാനും ഈ ഓയിൽ മസാജിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ കുളിക്കണതിന് തൊട്ട് ഒരു അരമണിക്കൂർ മുന്നൊക്കെ ഒന്ന് മസാജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. പാക്കിൻ്റെ ഒരു സ്വഭാവം പറയുകയാണെങ്കിൽ ഇത്തിരി സ്റ്റിക്കി ഫീലാണ് കേട്ടോ. അത് നമുക്ക് നമ്മുടെ ഹെയറിന് ഇത്തിരി ബൗൺസി ആയിട്ട് ഇച്ചിരി ഉള്ളൊക്കെ ഉള്ള പോലെയൊക്കെ ഒന്ന് ഫീൽ ചെയ്യിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ഇടുമ്പോഴായാലും ഇത്തിരി സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഫീലാണ്. നമ്മളിത് ഓരോ ഹെയർ സ്ട്രാൻഡ്സിലും വലിച്ച് പ്രത്യേകിച്ച് തേക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഓരോ കോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കണ്ടോ ഒരു ഇച്ചിരി സ്റ്റിക്കിയാണ്. എൻ്റെ പാക്ക് ഇടാത്ത ഹെയറും മറ്റേ ഇട്ട ഹെയറും കണ്ട ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇച്ചിരി സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കഴുകിയാലും നമ്മുടെ ഹെയർ ഇച്ചിരി ബൗൺസി ആയിട്ടും ഇത്തിരി എന്താ പറയുക ഡ്രൈ അല്ല, ഇത്തിരി വോളിയമൊക്കെ തോന്നുന്ന വിധത്തിൽ ഇപ്പോൾ ഇച്ചിരി ഹെയർ ഉള്ളതെന്ന് വെച്ചാൽ ഇത്തിരി കൂടുതൽ ഉള്ളു തോന്നിപ്പിക്കാനൊക്കെ ഈ ഹെയർ പാക്ക് നല്ലതാണ്. നല്ല രീതിക്ക് കിടക്കും. ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ സെറ്റായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരോ ഹെയർ ചെറിയ പോർഷൻസ് ഇങ്ങനെ എടുത്തിട്ട് കുറച്ചധികം സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ചെയ്ത് തരാളുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. ഒരു സൈഡ് ഒരാൾ ചെയ്യുമ്പോൾ മറ്റേ സൈഡ് മറ്റേ ഒരാൾക്കും കൂടി ഇട്ട് തരാൻ പറ്റുവാണെങ്കിൽ വേഗം കഴിയും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരോ നല്ല കാറ്റുള്ള ഞാനിപ്പോൾ ഒരു സന്ധ്യാസമയം ഒരു 5 മണി 4:30 സമയത്തൊക്കെയാണ് ഇടുന്നത്. നല്ല കാറ്റുണ്ട്. അപ്പോൾ ഓരോരോ ഹെയർ ആയിട്ട് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ
നമ്മുടെ പാക്ക് നമ്മൾ ഫുൾ ഓൺ ഹെയറിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 15 to 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ശേഷം നോർമൽ ആയിട്ടുള്ള വാട്ടറിലാണ് കേട്ടോ ഞാൻ വാഷ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നല്ലൊരു കെരാറ്റിൻ പാക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുള്ളായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു ടോപ്പിക്കായിട്ട് വരുന്നതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.